അപ്പം നമുക്ക് SSTയുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ കണ്ടിന്യൂ ചെയ്യാം ചാപ്റ്റർ. അപ്പം ആദ്യത്തെ ഒരു ടോപ്പിക് കഴിഞ്ഞു. അപ്പം ടോപ്പിക് 2 എന്ന് പറയുന്നത് ഡിഫറിങ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെൻ്റ് ആണ്. അപ്പം ആദ്യത്തെ വീഡിയോ കണ്ടിട്ടേ രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരാവുള്ളൂ കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഇനിയും എക്സാമിന് വേണ്ടി. ഓൺലി 2 മന്തിനുള്ളിൽ നമുക്ക് ലോട്ട് ഓഫ് സബ്ജക്ട്സുകൾ പോർഷൻസുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഏതാവശ്യത്തിനും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഗ്രാമറിൻ്റെ ആയാലും ഗ്രാമർ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. നിങ്ങളത് സമയം കിട്ടുമ്പം ചെന്ന് നോക്കണം. എല്ലാ ഹിന്ദി ഇംഗ്ലീഷ് ഗ്രാമറുകളും ഇട്ടിട്ടുണ്ട്. ചാപ്റ്ററുകളിലേക്ക് പോകണ്ട, ഇറ്റ്സ് ഓവർ. അപ്പോൾ നമുക്ക് പുതിയ ചാപ്റ്ററുകളെല്ലാം ഇട്ടിട്ടുണ്ട് ടേം 2-ൻ്റെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മുടങ്ങാതെ തുടക്കം മുതലേ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അത് 1-2 പ്രാവശ്യം കേട്ടാൽ തന്നെ മതി. പിന്നെ ബുക്സ് ഒരുപാട് റീഡ് ചെയ്ത് പല ബുക്സുകളിലേക്ക് റെഫർ ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി ബുക്സ് റെഫർ ചെയ്ത പോയിന്റ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറിങ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെൻ്റ് എന്നുള്ള, അപ്പോൾ എന്നെ ആർക്കും പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെൽ ബട്ടണിൽ പോയി അമുക്കിയേക്കണം. അപ്പോൾ എന്ത് വരും, ഈ ഇടുന്നതൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഡിഫറിങ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ആദ്യമേ നമ്മൾ പറഞ്ഞു മൂവ്മെൻറ്റ് ഏതാണെന്ന്. ഏതായിരുന്നു മൂവ്മെൻറ്റ്? ദ നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അപ്പം നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബിഗാൻ ഇൻ ജനുവരി, ആദ്യമേ പറഞ്ഞു ജനുവരി 1921 വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് മൂവ്മെൻറ്റ് ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് ആസ്പിറേഷൻ. അപ്പം 1921 ജനുവരി 1921 സ്റ്റാർട്ട് ചെയ്ത നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്തു? കുറേ സോഷ്യൽ ഗ്രൂപ്പ്സുകൾ അതുമായിട്ട് ചേർന്നു. പക്ഷെ എല്ലാത്തിനും എന്തുണ്ടായിരുന്നു? ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് ആസ്പിറേഷൻ. All of them responded to the call of Swaraj, but the term meant different things to different people. അതുകൊണ്ടാണ് ഡിഫറിങ് സ്ട്രാൻഡ്സ് എന്നുള്ള ഈ വേർഡ് ഇവിടെ വന്നത്. എന്താണ്? എല്ലാവരും ഡിഫറെൻ്റ് ആസ്പെക്ട്സുകാരാണ്, ഡിഫറെൻ്റ് തിങ്സ് ആണ് അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ. പക്ഷെ അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൂടിയപ്പോഴാണ് എല്ലാം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഗാന്ധിജിയുടെ സ്വരാജ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഡിഫറിങ് സ്ട്രാൻഡ് വിത്തിൻ ദ മൂവ്മെൻറ്റ് എന്നുള്ള ടേം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ദ നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബിഗാൻ ഇൻ ജനുവരി 2021. Various social group participated in this movement. Okay, each with its own specific aspiration. ഞാൻ പറഞ്ഞു ഇപ്പോൾ 2 പ്രാവശ്യം. All of them responded in the call of Swaraj, but the term mean differing things to different people. അതുകൊണ്ടാണ് ഡിഫറിങ് സ്ട്രാൻഡ് വിത്തിൻ ദ മൂവ്മെന്റ് എന്നുള്ള തലക്കെട്ട് തന്നെ വരാൻ കാരണം. പിന്നെ നമുക്ക് അടുത്തത് ഒരു ടേം പഠിക്കാനുള്ളത് അവധാണ്. AWADH. എന്താണെന്ന്? അവധ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദ പീസൻസ് മൂവ്മെന്റ് ഇൻ ദ അവധ് വാസ് ലീഡ് ബൈ ബാബ രാംചന്ദ്ര. അപ്പൊ അവധ് എന്ന് പറയുന്ന പീസൻസ് മൂവ്മെന്റ് എന്താ? ഇത് എഴുതണം. അതൊക്കെ പീസൻസ് മൂവ്മെന്റ് ആണ്. പീസൻസ് മൂവ്മെന്റ് ഇത് ആരാ ലീഡ് ചെയ്തത്? ബാബ രാമചന്ദ്ര. അപ്പം അവധ് എന്ന് പറയുന്നത് പീസൻസ് മൂവ്മെന്റ് ഇൻ അവധ് വാസ് ലീഡ് ബൈ ബാബ. അവധ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പീസൻസ് മൂവ്മെന്റ് എന്താ ലീഡ് ചെയ്തത്? ബാബ രാംചന്ദ്ര ആയിരുന്നു. ഹി വാസ് എ സന്യാസി ഹു ഹാഡ് ഏർലിയർ വർക്ക്ഡ് ഇൻ ഫിജി ആസ് എ ഇൻഡന്റേഡ് ലേബർ. അപ്പൊ ഇൻഡന്റേഡ് ലേബർ എന്ന് വെച്ചാൽ ബോണ്ട് വെച്ച് ലേബർ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഇൻഡന്റേഡ് എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ഇത്ര നാൾ ഞാൻ അവിടെ വർക്ക് ചെയ്തോളാം എന്നുള്ള ബോണ്ടിൽ വർക്ക് ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. നേഴ്സ്, ഡോക്ടർമാർ, ടീച്ചർമാരും ഒക്കെ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുള്ളതാണ്, ബോണ്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇത്ര നാൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം. അതിന് മുമ്പ് എന്തെങ്കിലും കാരണത്താൽ പിരിഞ്ഞു പോകണമെന്ന് നമുക്ക് പറഞ്ഞാൽ നമ്മൾക്കെതിരെ അതെന്താവും? ആക്ഷൻ എടുക്കേണ്ട നിയമമാവും. അപ്പൊ അതുപോലെ തന്നെ ഫിജിയിൽ എവിടെയായിരുന്നു? ഫിജിയിൽ ബോണ്ട് വെച്ച് ലേബറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു ബാബ രാംചന്ദ്ര. അപ്പൊ എന്താ? ദ പീസൻസ് വെയർ എഗനിസ്റ്റ് ദ ഹൈ റെന്റ്സ് ആൻഡ് മെനി അതർ സീസ്. അപ്പൊ
പീസൻസ് വെയർ എഗനിസ്റ്റ്, പീസൻസുകൾ എന്തിന് എഗനിസ്റ്റ് ആയിരുന്നു? ഈ ഹൈ റെന്റും സീസ് ചെയ്യുന്നതിന് ആവശ്യമില്ലാതെല്ലാം പിടിച്ചെടുക്കുന്നതിനൊക്കെ എതിരായിരുന്നു. വിച്ച് വെയർ ഡിമാൻഡഡ് ബൈ താലൂക്ക്ദാർസ് ആൻഡ് ലാൻഡ് ലോഡ്. അതായത് വിച്ച് വെയർ ഡിമാൻഡഡ് ബൈ, ഇത് ഡിമാൻഡ് ചെയ്തതൊക്കെ ആരൊക്കെയാ? താലൂക്ക്ദാറും ലാൻഡ് ലോഡും ഒക്കെയാണ്. ദെൻ പീസന്റ് ഡിമാൻഡഡ് റിഡക്ഷൻ ഓഫ് എ റവന്യൂ, അബോളിഷൻ ഓഫ് ദ ബിഗർ ആൻഡ് സോഷ്യൽ ബോയ്കോട്ട് ഓഫ് എ ഒപ്രസീവ് ലാൻഡ് ലോഡ്സ്. അപ്പം ഈ അവധ് എന്ന് പറയുന്ന പീസന്റ് മൂവ്മെന്റ് ഇൻ അവധ്, അവധൊരു സ്ഥലം കേട്ടോ. പീസന്റ് മൂവ്മെന്റ്സ് ഇൻ അവധ് വാസ് ലീഡ് ബൈ ബാബ രാം ചന്ദ്ര. ഹി വാസ് എ സന്യാസി ഹൂ ഹാഡ് ഇയർലിയർ വർക്ക്ഡ് ഇൻ ഫിജി ആസ് ആൻ ബോണ്ട് ലേബറർ അല്ലെങ്കിൽ ഇൻഡെൻജേർഡ് ലേബറർ. ദ പീസൻസ് വെയർ എഗനിസ്റ്റ് ദ ഹൈ റെന്റ്സ് ആൻഡ് മെനി അതർ സീസ് വിച്ച് വെയർ ഡിമാൻഡഡ് ബൈ താലൂക്ക്ദാർ ആൻഡ് ലാൻഡ് ലോഡ് കേട്ടോ. The peasants demanded a reduction of a revenue, abolition of the beggar and social boycott of a oppressive landlord. അപ്പം ഇതിന്റെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ അവധിന് ഉണ്ടായ മൂവ്മെന്റ് എന്താണ്? അത് ലീഡ് ചെയ്തത് ബാബ രാംചന്ദ്രാണ്. അദ്ദേഹം ഫിജിയിലെ ഇൻഡെൻഡേർഡ് ബോണ്ട് ലേബറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. അപ്പം പീസൻസുകൾ എന്തിനൊക്കെ എതിരായിരുന്നു? വലിയ റെന്റിനും സീസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരായിരുന്നു. ഇത് ഡിമാൻഡ് ചെയ്തത് താലൂക്ക്ദാറും ലാൻഡ് ലോഡ്സുകളും ഒക്കെയാണ്. അപ്പൊ ഇതിനെതിരെ, ഈ ഡിമാൻഡിനെതിരെ എന്തായിരുന്നു? പീസൻസുകൾ റിഡക്ഷൻ ഓഫ് റവന്യൂ വേണം, അബോളിഷൻ ഓഫ് ദ ബർഗർ വേണം, സോഷ്യൽ ബോയ്കോട്ട് ഓഫ് എ ഒപ്രസീവ് ലാൻഡ് ലോഡ്. അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെ എതിരെ ശബ്ദമുയർത്തിയതാണ് അവധിലെ ആര്? പീസന്റ് മൂവ്മെന്റ് ആയ ബാബ രാംദേവിന്റെ നേതൃത്വത്തിലുള്ള പീസന്റ് മൂവ്മെന്റ്സ്. അപ്പൊ ഇത് മനസ്സിലായോ? ഇനി അടുത്തത് ട്രൈബൽ പീസൻസ് ആണ്. ഇനി ട്രൈബലുകളിലേക്ക് പോകാം. ട്രൈബൽ പീസൻസ്. ട്രൈബൽ പീസൻസിൽ എന്തുവായിരുന്നു? ട്രൈബൽ പീസൻസ് ഗേവ് ദെയർ ഓൺ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ മഹാത്മാഗാന്ധി ആൻഡ് ദ ഐഡിയ ഓഫ് എ സ്വരാജ്. അപ്പൊ ട്രൈബുകളിലേക്ക് വരുമ്പം അവരെന്താണ്? അവർക്ക് അവരുടേതായ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, മുൻവിധികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. പക്ഷെ അവരെപ്പോഴും ആരെയാണ് അനുസരിച്ചു കൊണ്ടിരുന്നത്? മഹാത്മാഗാന്ധിയുടെ ഐഡിയകളായ സ്വരാജ് എന്ന് പറയുന്ന അതിലുള്ള ഐഡിയകളാണ് ട്രൈബൽ പീസൻസുകൾ അംഗീകരിച്ചിരുന്നത്. ദ ട്രൈബൽ വെയർ പ്രിവെന്റഡ് ഫ്രം entering the forest of a gaze cattle to collect fruits and firewood. എന്താ? ട്രൈബൽസ് വെയർ പ്രിവെന്റഡ് ഫ്രം, അവരെ എന്ത് ചെയ്തു? പ്രിവെന്റ് ചെയ്തു വെച്ചു. ഫോറസ്റ്റ് ഗേസ് കാറ്റിനെ മേയ്ക്കുന്നതിലും പിന്നെന്താ ഫ്രൂട്ട്സ് ഫയർവുഡ് ഒക്കെ കളക്ട് ചെയ്യുന്നതിൽ നിന്നൊക്കെ അവരെ വിലക്കിയത്. ദ ന്യൂ ഫോറസ്റ്റ് ലാ വെയർ ബി ട്രീറ്റ് ദെയർ ലൈഫ് ഗുഡ്. അങ്ങനൊരു ലാ വന്നതുകൊണ്ട് എന്ത് ലാ? ട്രൈബൽ പീസൻസുകൾ ഈ മൂവ്മെന്റിൽ ചേരാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എന്താണ് അതിന്റെ റീസൺ? അവര് ഒരു സാധാരണക്കാരായിരുന്നപ്പോൾ തന്നെ അവർക്ക് എന്ത് വന്നു? വിലക്കുകൾ വന്നു. എന്തിനായിരുന്നു? ഫോറസ്റ്റുകൾ കയറാൻ പാടില്ല, അവിടെ കന്നുകാലികളെ അല്ലെങ്കിൽ കാറ്റിൽസിനെ ഗെയ്സ് ചെയ്യിപ്പിക്കാൻ, ഭക്ഷണത്തിന് വേണ്ടി അഴിച്ചുവിടാൻ പറ്റില്ല, ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാൻ, ഫയർവുഡ് കളക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു വിലക്ക് വന്നപ്പം എന്ത് പറ്റിയവർക്ക്? ന്യൂ ഫോറസ്റ്റ് ലാ വെയർ ട്രീറ്റ് ദെയർ ലൈഫ് ഹുഡ്, അവരുടെ ലൈഫ് ഹുഡിനെ അത് വല്ലാതെ ബാധിച്ചു ട്രൈബൽസുകളുടെ കേട്ടോ. ദ ഗവൺമെന്റ് ഫോഴ്സ്ഡ് ദം ടു ഡു ബെഗർ ഓൺ റോഡ് കൺസ്ട്രക്ഷൻ. അപ്പൊ എന്ത് ചെയ്തു? ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതൊന്നും ചെയ്യണ്ട, എന്ത് ചെയ്യണം? റോഡ് പണിക്ക് പോകൂ എന്നുള്ള രീതിയിൽ വേണ്ടി അവരെ ഫോഴ്സ്ഫുള്ളി അവരുടെ ജീവിതത്തിൽ നിന്നും പുറകിലേക്ക് വലിച്ചു മറ്റൊരു മേഖലയിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോഴാണ് ട്രൈബൽ പീസൻസ് മഹാത്മാഗാന്ധിയുടെ കൂടെ ചേർന്ന് എന്ത് ചെയ്ത്? സ്വരാജിന്റെ ഐഡിയകൾ സ്വീകരിച്ചുകൊണ്ട് ഈ മൂവ്മെന്റിൽ ചേർന്നത്. ഇനി അടുത്തത് പറയുന്നത്, അപ്പൊ ഇത് മനസ്സിലായ മക്കളെ? നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ മനസ്സിലായില്ലെങ്കിൽ മെസ്സേജിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. മാം വീണ്ടും സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് ഇട്ടുതരാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഏതാണത്? സ്വരാജിന്റെ പ്ലാന്റേഷൻസ്. പ്ലാന്റേഷൻ വർക്കേഴ്സ് വെയർ നോട്ട് പെർമിറ്റഡ് ടു ലീവ് ദ ടീ ഗാർഡൻ വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ ഈ സ്വരാജിന്റെ പ്ലാന്റേഷനിൽ ഇത് വരാനുള്ള കാര്യം എന്താ? ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നപ്പോഴത്തേന് ടീ ഗാർഡനുകളിൽ പണി ചെയ്യുന്നത് പോരാഞ്ഞിട്ട് അവരുടെ പെർമിഷൻ ഇല്ലാതെ പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാതായി. ആസ് പെർ ദ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട് ഓഫ് 1859. ഏതാ? 1859 ഇന്ത്യൻ എമിഗ്രേഷൻ
ആക്ട്. അപ്പം ഇവർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? ഇവർക്കുള്ള പ്രശ്നം അവരുടെ ക്യാറ്റിലിനെ ഇവരുടെ ട്രൈബൽസിന്റെ ഗെയ്സിപ്പിക്കാൻ പറ്റത്തില്ല, റോഡ് പണിക്ക് വേണ്ടി അവരെ ഫോഴ്സ്ഫുള്ളി കമ്പൽ ചെയ്തു, അതൊക്കെയാണ്. സ്വരാജിന്റെ പ്ലാന്റേഷനിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1859 ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട് പ്രകാരം അവർക്ക് ബ്രിട്ടീഷുകാരുടെ സമ്മതമില്ലാതെ മറ്റെങ്ങോട്ടും പോകാനുള്ള പെർമിഷൻ അവർ ഇല്ലാതാക്കി കളഞ്ഞു. When the news of a non-cooperation movement spread on the plantation. ഈ ന്യൂസ് ഈ പ്ലാന്റേഷനിലെല്ലാം സ്പ്രെഡ് ചെയ്തു. എവിടെയൊക്കെ പ്ലാന്റേഷനുകളുണ്ടോ അവിടെയെല്ലാം നമുക്കിനി എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇവരുടെ അണ്ടറിൽ കിടക്കണമെന്നുള്ള ആ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പം മെനി വർക്കേഴ്സ് ബിഗാൻ ടു ഡെഫി ദ അതോറിറ്റീസ്. അതോറിറ്റിയായിട്ട് എതിർക്കാൻ തുടങ്ങി. ദേ ലെഫ്റ്റ് പ്ലാന്റേഷൻ ആൻഡ് ഹെഡഡ് ടുവേർഡ്സ് ദെയർ ഹോംസ്. എന്നിട്ട് എന്ത് ചെയ്ത് പ്ലാന്റേഷൻ ലെഫ്റ്റ് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. ബട്ട് ദേ ഗോട്ട് സ്റ്റാൻഡേർഡ് ഓൺ ദ വേ ബിക്കോസ് ഓഫ് ദ റെയിൽവേ ആൻഡ് സ്റ്റീമർ സ്ട്രൈക്ക്. ദേ വെയർ കോട്ട് ബൈ ദ പോലീസ് ആൻഡ് ബ്രൂട്ടലി ബീറ്റൺ. അപ്പം അതെന്ത് ചെയ്ത് അങ്ങനെ ബ്രിട്ടീഷുകാരോട്ട് എതിർത്തു. ഞങ്ങൾക്കിനി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പോകാൻ പറഞ്ഞു, ഇറങ്ങി പോകാൻ അവരുടെ ഹോം ടൗണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ? അതിലും വലിയ പണി ചെയ്തു. എന്താണ് ചെയ്തത്? റെയിൽവേയും സ്റ്റീമറും അവർ സ്ട്രൈക്കിലാക്കിയപ്പോൾ അവിടെ വന്ന് നിന്നവരെല്ലാം ആര് പിടിച്ചു? പോലീസ് പിടിച്ചിട്ട് ബ്രൂട്ടലായിട്ട് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അതാണ് സ്വരാജിൻ്റെ പ്ലാന്റേഷൻ. ഈ സ്വരാജ് ഇവിടെ ഉണ്ടാവാനുള്ള കാര്യം ഇതാണ്. അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ബെഗാർ ഞാൻ രണ്ടിടത്ത് പറഞ്ഞു തന്നു. ബെഗാർ എന്ന്. അപ്പോൾ ബെഗാർ എന്ന് വെച്ചാൽ ലേബർ ദാറ്റ് വില്ലേജസ് വെയർ ഫോഴ്സ്ഡ് ടു കോൺട്രിബ്യൂട്ട് വിത്തൗട്ട് എനി പേയ്മെന്റ്. ബെഗാർ എന്ന് വെച്ചാൽ ബെഗറിന്റെ വേറൊരു വാക്ക് തന്നെയാണ് ഇവിടെ. ബെഗാർ എന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ട് ജോലി ചെയ്യിപ്പിക്കുക വിത്തൗട്ട് സാലറിയിൽ. അതാണ് ബെഗാർ എന്ന് പറയുന്നത്. പിന്നെ പിക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. എ ഫോം ഓഫ് ഡെമോൺസ്ട്രേഷൻ ഓർ എ പ്രൊട്ടസ്റ്റ് ബൈ വിച്ച് പീപ്പിൾ ബ്ലോക്ക് ദ എൻട്രൻസ് ഓഫ് എ ഷോപ്പ്, ഫാക്ടറി ഓർ ഓഫീസ്. ഏതെങ്കിലും ഷോപ്പോ ഫാക്ടറി ഓഫീസിൻ്റെ മുന്നിൽ അവരെന്ത് ചെയ്യും? പ്രൊട്ടസ്റ്റ് ചെയ്യും എഗനിസ്റ്റ്, അവർക്കെതിരെ നിന്നിട്ട് എൻട്രൻസ് ബ്ലോക്ക് ചെയ്യും. ആ ഒരു സ്ട്രൈക്കിൻ്റെ പേരാണ് പിക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് ഈ ടോപ്പിക് 2-ലുള്ള കുറച്ച് ഡേറ്റുകൾ എഴുതിത്തരാം. 1921 ആണ്. ഞാൻ കുറേ പ്രാവശ്യം ഈ 1921 പറഞ്ഞു. ഡിഫറിങ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം 1921 ആണ്. പക്ഷെ അതിനേക്കാട്ടിലും ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്. ഓർമ്മയുണ്ടോ? ഫെമൈനും എപ്പിഡമിക്കും വന്നിട്ട് ഫെമൈൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? സ്കാർസിറ്റി ഓഫ് ഫുഡ് കേട്ടോ. സ്കാർസിറ്റി ഓഫ് ഫുഡാണ് ഫെമൈൻ എന്ന് വെച്ചാൽ. ഫുഡ് കഴിക്കാനില്ലാത്ത അവസ്ഥയും മാറാ രോഗവും ഉള്ള സമയമാണ് 1921. അപ്പം 1920 എന്താണ്? ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വിക്ക് റിവ്യൂ ചെയ്യാനാണ് ഇത് പറഞ്ഞു തരുന്നത്. പീസന്റ് മൂവ്മെന്റ് ഇൻ അവധ് കേട്ടോ. സോറി. ഇനി 1920 കഴിഞ്ഞു. 1921 എന്താണ്? ഇത് ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ. ദ മിലിറ്ററി ഗോറില്ല മൂവ്മെന്റ് സ്പ്രെഡ് ഇൻ ദ ഗുഡേം ഹിൽ ഇൻ ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പം ഇതെന്താ? മിലിറ്ററി ഗോറില്ല ഫൈറ്റ് കേട്ടോ. ഗോറില്ല മൂവ്മെന്റ് എന്നോ ഫൈറ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയുന്നത്. അപ്പം 1921 ഗോറില്ല മൂവ്മെന്റ് ആണ്. എന്തിനെതിരെ? എ മിലിറ്ററി ഗോറില്ല മൂവ്മെന്റ് സ്പ്രെഡ് ഇൻ ദ ഗുഡേം ഹിൽ. ഏത് ഹില്ലിനാണ്? ഗുഡേം ഹില്ലിൽ ആന്ധ്രാപ്രദേശ് കേട്ടോ. അപ്പം 1921 ഗോറില്ല മൂവ്മെന്റ് ബ്രിട്ടീഷുകാരെ ഒളിപ്പോരിലൂടെ തോൽപ്പിക്കുന്ന പരിപാടി എവിടെയാ വന്നേ? ഗുഡേം ഹില്ലില് ആന്ധ്രാപ്രദേശിൽ കേട്ടോ. ഇനിയുള്ള ഏതാണ്? നമ്മളിത് 21 കഴിഞ്ഞു. 22 ഉണ്ട്. മഹാത്മാഗാന്ധി ഡിസൈഡഡ് ടു വിത്ഡ്രോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് 1922. പിന്നെ 1924 ഒരു ഇമ്പോർട്ടന്റ്. അല്ലൂരി സീതാറാം രാജു വാസ് ക്യാപ്ചേർഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലൂരി സീതാറാമ രാജു. ഇത് ഇമ്പോർട്ടൻ്റ്
പേരാണ്. വലിയ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. ഇദ്ദേഹത്തിനെ പറ്റി ഇപ്പം സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. RRR എന്ന് പറയുന്ന ഒരു ഫിലിം, രാജമൗലിയുടെ RRറിനകത്തെ ഒരു ഈ രാജുവാണ്, അല്ലൂരി സീതാരാമ രാജു. എനിക്ക് തോന്നുന്നു ജൂനിയർ MTR ആണെന്ന് തോന്നുന്നു അത് അഭിനയിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളൊക്കെ സിനിമാക്കാരല്ലടോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അതിനകത്തെ ഈ അല്ലൂരി സീതാരാമ രാജു എന്ന് പറയുന്നതിലെ ഒരു ഇദ്ദേഹമാണ് കേട്ടോ. വീരനായിരുന്നു. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. രാജമൗലിയുടെ RRറിനകത്തെ അല്ലൂരി സീതാമ രാജുവായിട്ട് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അല്ലൂരി സീതാമ രാജ എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗൂഗിളിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫി, ഓട്ടോബയോ എന്തെല്ലാമോ ഇഷ്ടം പോലെ വരും, നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ ടോപ്പിക്ക് ഇത്രയാണ് ടോപ്പിക് 2വിനകത്തുള്ളത്. നമുക്കിനി ടോപ്പിക് 3യിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക് 3 സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് 3നകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ ആട്ടോ. അപ്പോൾ ഈ സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൺസ്റ്റിറ്റ്യൂട്ടഡ് എ സാറ്റ്യൂട്ടറി കമ്മീഷൻ അണ്ടർ സർ ജോൺ സൈമൺ. സാറ്റ്യൂട്ടറി എന്ന് വെച്ചാൽ പെർമിറ്റഡ് കമ്മീഷൻ ഉണ്ടായി അണ്ടർ ആരുടെ നേതൃത്വത്തിൽ? സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിൽ കേട്ടോ. ദ കമ്മീഷൻ വാസ് മെയ്ഡ് ടു ലുക്ക് ഇൻ ടു ദ ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഓഫ് ഇന്ത്യ. എന്താണ് ഇത് നോക്കിയത്? സിസ്റ്റം ഫങ്ഷൻ. അപ്പം സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലുള്ള ഒരു പെർമിറ്റഡ് കമ്മീഷൻ ഇന്ത്യയിൽ വന്നു. അത് ആ കമ്മീഷന്റെ ജോലി എന്ന് പറയുന്നത് ദ കമ്മീഷൻ വാസ് മെയ്ഡ് ടു ലുക്ക് ഇൻ ടു ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് സജസ്റ്റ് ചേഞ്ചസ്. എന്തൊക്കെ ചേഞ്ചസ്? ആൻഡ് ചേഞ്ചസും ഉണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റാ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള അധികാരവും സർ ജോൺ കമ്മീഷന് ഉണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഒരു മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, സിൻ ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദ കമ്മീഷൻ വെയർ ബ്രിട്ടീഷ്, ദ ഇന്ത്യൻ ലീഡേഴ്സ് ഒപ്പോസ്ഡ് ദ കമ്മീഷൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓൾ മെമ്പേഴ്സ് ആരായിരുന്നു? ബ്രിട്ടീഷ് ആയിരുന്നു. അപ്പം ഇന്ത്യൻ മെമ്പേഴ്സ് അതിനെ ഒപ്പോസ് ചെയ്തതുകൊണ്ട് ഓൾ മെമ്പേഴ്സും ബ്രിട്ടീഷാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചേഞ്ചസും വരുത്താം സ്ഥിരമായിട്ടുള്ള പെർമിറ്റഡ് കമ്മിറ്റിയാണ് സർ ജോൺ സൈമൺ കമ്മീഷൻ. അപ്പം എല്ലാ മെമ്പേഴ്സും ബ്രിട്ടീഷുകാരാണ്. ദാറ്റ്സ് വൈ അവർക്ക് എന്തും വരുത്താം. ബിക്കോസ് എന്താണ് റീസൺ? ഇന്ത്യൻ മെമ്പേഴ്സ് ആരും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സ് എല്ലാം ബ്രിട്ടീഷുകാരായി. അതുകൊണ്ട് ഓൾറെഡി അത് പാസ്സാവുക, നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അത് എന്താണ്, ഒരു പ്രഹസനമായിരുന്നു ഇന്ത്യൻ മെമ്പേഴ്സുകളെ വിളിക്കുക, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. ദ സൈമൺ കമ്മീഷൻ അറൈവ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1928. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്നാ വന്നത്? 1928 വന്നത്. ഇറ്റ് വാസ് ഗ്രീറ്റഡ് വിത്ത് ദ സ്ലോഗൻ ഗോ ബാക്ക് സൈമൺ. അപ്പോൾ എന്ത് വന്നു? അപ്പം 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പറ്റി? ഇവിടെ ഒരു സ്ലോഗൻ എഴുതി, ഗോ ബാക്ക് സൈമൺ. എന്താ ഗോ ബാക്ക് സൈമൺ എന്ന് പറയുന്നൊരു സ്ലോഗൻ എഴുതി. ആൾ പാർട്ടീസ് ജോയിൻഡ് ദ പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ പാർട്ടീസും ജോയിൻ ചെയ്തു കേട്ടോ. In October 1929, Lord Irwin announced a wage offer of a domination status for India. അപ്പം ഈ കമ്മീഷൻ വന്നു. ഇന്ത്യക്കാർ മുഴുവൻ അതിനെതിരായി ഗോ ബാക്ക് സൈമൺ എന്നുള്ള സ്ലോഗൻ എഴുതി എല്ലായിടത്തും പറയാൻ തുടങ്ങിയപ്പം അപ്പോൾ അവർ അടുത്ത ട്രിക്ക് പ്രയോഗിച്ചു. എന്താണ്? 1929 എന്ത് ചെയ്യാമെന്ന് ലോർഡ് ആരാണ് അനൗൺസ് ചെയ്തത്? ലോർഡ് ഇർവിൻ അനൗൺസ് ചെയ്തു. എന്താ അനൗൺസ് ചെയ്തേ? ഡോമിനേഷൻ സ്റ്റാറ്റസ്. നമുക്ക് എന്ത് തരും? ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാന്ന് പറഞ്ഞു. ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു എന്തിനകത്തും അഭിപ്രായം പറയാനുള്ളൊരു അവസരം, സ്വാതന്ത്ര്യം നമുക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ടൈമിംഗ് വാസ് നോട്ട് സ്പെസിഫൈഡ്. ഹി also offered to hold a round table conference to discuss the future condition. അപ്പം
ലോർഡ് ഇർവിൻ എന്ത് ചെയ്തു, നമുക്കൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇനി അടുത്ത് വരുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഫ്യൂച്ചർ കോൺട്രിബ്യൂഷനെ പറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിക്കാനുള്ള അവസരം നമ്മുടെ ആൾക്കാർക്ക് മെമ്പേഴ്സിന് തരാമെന്നുള്ള ഒരു കാര്യവും കൂടെ ലോർഡ് ഇർവിൻ മുന്നോട്ട് വെച്ചു. എന്തിനാണ് ഗോ ബൈക്ക് സൈമൺ എന്നുള്ള ഈ സ്ലോഗൻ ഇന്ത്യക്കാരെ എടുത്തു മാറ്റാൻ വേണ്ടി. ഇനി നമുക്ക് ഇത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും നമ്മൾ ആവശ്യമില്ലാതെ മുന്നോട്ട് പോകണ്ട. ഇനി ഇമ്പോർട്ടൻ്റ് കൊച്ചുനാൾ മുതലേ നമ്മൾ പഠിക്കുന്നതാണ് സാൾട്ട് മാർച്ച്. സാൾട്ട് മാർച്ച് അറിയാമല്ലോ, ഇതാണ് സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ ആരംഭം. അപ്പൊ ആദ്യമേ പറയാം, സിവിൽ ഡിസൊബീഡിയന്റ് ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ ബിഗിനിങ് എവിടെയാണ് മക്കളെ? ഈ സാൾട്ട് മാർച്ചിലൂടെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് പഠിക്കാം. മഹാത്മാഗാന്ധി ബിലീവ്ഡ് ദാറ്റ് സാൾട്ട് കുഡ് ബി എ പവർഫുൾ സിംബൽ ഇൻ യുണൈറ്റ് ദ വോൾ നേഷൻ. അപ്പം സാൾട്ടിനെ എന്ത് ചെയ്ത് യുണൈറ്റ് ചെയ്യാനുള്ള സിംബലാക്കി. മനസ്സിലായോ? സാൾട്ട് മാർച്ച് അല്ലെങ്കിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗാന്ധിജി എന്താണ് ചെയ്തത്? സാൾട്ടിനെ യൂണിയനെ മുഴുവൻ യുണൈറ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു സിമ്പിളായിട്ട് സാൾട്ടിനെ തെരഞ്ഞെടുക്കുകയും പിന്നെ എന്ത് ചെയ്തു? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻക്ലൂഡിങ് ദ ബ്രിട്ടീഷ് സ്കോഫ്ഡ് അറ്റ് ദ ഐഡിയ. സ്കോഫ്ഡ് അറ്റ് ദ ഐഡിയ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഐഡിയ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ തുടങ്ങി. Abolition of the salt tax was among many demand with where raised the Gandhiji through a letter to Viceroy Irwin. അപ്പം ഇത് ഈ സാൾട്ട് മാർച്ച് ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ ബിഗിനിങ്ങിലൂടെ യൂണിയനെ ഏകോപിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി സാൾട്ട് മാർച്ചാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ഇതിനെതിരെ പ്രകടനം നടത്തുകയും ചെയ്തപ്പം അബോളിഷ് ഈ സാൾട്ടിനെതിരെയുള്ള ടാക്സ്, സാൾട്ടിന്റെ മുകളിലുള്ള ടാക്സ് അബോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി വഴി ഒരു ലെറ്റർ ആർക്ക് ചെന്നു? വൈസ്രോയി ഇർവിന് ഗാന്ധിജി വഴി ഈ ലെറ്റർ ചെന്നു. ഇനി അടുത്ത എന്താ? സാൾട്ട് മാർച്ച് ഓർ ഡാൻഡി മാർച്ച് വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഓൺ 12th. ഇതെന്നാ? സാൾട്ട് മാർച്ചിന്റെ മറ്റൊരു പേരെന്താ മക്കളെ? ഡാൻഡി മാർച്ച്. അപ്പൊ എന്നാ ഇത് സ്റ്റാർട്ട് ചെയ്തത്? 1930 പറഞ്ഞോ, മാർച്ച് 12th കേട്ടോ. അപ്പം സ്റ്റാർട്ടായതെന്ന് 1930 മാർച്ച് 12th സാൾട്ട് മാർച്ച് അല്ലെങ്കിൽ ഡാൻഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്ത്. ഹി വാസ് അക്കമ്പനീഡ് ബൈ 78 വോളണ്ടിയേഴ്സ്. അപ്പം ഗാന്ധിജിയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? 78 വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ദേ വാക്ക്ഡ് 24 days ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 24 days കവർ ചെയ്തു. എവിടെ? ഡാൻഡി മാർച്ചിന് വേണ്ടി. ഇപ്പൊ എത്ര ദൂരം യാത്ര ചെയ്തു? 240 മൈൽസ് അവര് ജേർണി ചെയ്തു. ഫ്രം സബർമതി ടു ഡാൻഡി. എവിടുന്നായിരുന്നു ഇത്? സബർമതി ടു ഡാൻഡി വരെ. സബർമതി ഇവിടെ കേട്ടോ, ഗുജറാത്തില് അഹമ്മദാബാദിലാണ് സബർമതി ഉള്ളത്. Many more joined them on the way off. On the 6th April 1930, Gandhiji ceremonially violated the law of taking fistful of salt. അപ്പം എന്ത് ചെയ്തു? അന്ന് തന്നെ 1930 തന്നെ ഈ ലാ അവർ വയലേറ്റ് ചെയ്തു. കാരണം അവർ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നായിരിക്കാം സാരം. The salt march marked the beginning of the civil disobedience movement. എന്തുകൊണ്ടാണ്? അപ്പം സാൾട്ട് മാർച്ചിനെയാണ് ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ ബിഗിനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതെന്ന് വെച്ചാൽ ഈ സാൾട്ട് അതിനെതിരെയുള്ള വയലേഷൻ അവരെന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു കളഞ്ഞു. അപ്പം ഞങ്ങളിത് അനുസരിക്കുന്നില്ല, സാൾട്ട് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാനും ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണാം ഗാന്ധിജി കേട്ടോ. അപ്പം thousands of people broke the salt law in different part of the country. ഒരാൾ വയലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരാൾ എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ 1000 പേര് പുറകെ തെറ്റിച്ചോളും. അപ്പം അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പം ഇവര് തെറ്റിച്ചപ്പോഴത്തേനും thousands of ആൾക്കാർ എന്ത് ചെയ്തു? ഇത് വയലേറ്റ് ചെയ്യാൻ തുടങ്ങി. People
demonstrated the front of government, salt factories, foreign cloth were boycotted, peasants refused to pay revenue, village official resigned, tribal people violated forest law. അപ്പം വയലേറ്റ് ചെയ്തു എന്ന് പറയുമ്പം അവരവരുടെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളെയാണ് വയലേറ്റ് ചെയ്തത്. അപ്പോൾ സാൾട്ട് ലാ ആദ്യമായിട്ട് വയലേറ്റ് ചെയ്തതിൻ്റെ തൊട്ട് പുറകെയായിട്ട് എന്തൊക്കെ വയലേറ്റ് ചെയ്യപ്പെട്ടു? ഫോറസ്റ്റ് ലാ വയലേറ്റ് ചെയ്യപ്പെട്ടു, ഒഫീഷ്യൽ റിസൈൻ ചെയ്തു, പിന്നെ പീസൻസുകൾ പേ റവന്യൂ കൊടുക്കാൻ വേണ്ടി റെഫ്യൂസ് ചെയ്തു, ഒരുപാട് ഫോറിൻ ക്ലോത്തുകളെ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം സാൾട്ട് മാർച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ റെസ്പോൺസ് ബ്രിട്ടീഷ് റൂളേഴ്സിന്റെ ഇതിൻ്റെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് നമുക്ക് അടുത്തത് നോക്കാം. എന്തായിരുന്നു? ദ കൊളോണിയൽ ഗവൺമെന്റ് ബിഗാൻ ടു അറസ്റ്റ് ദ കോൺഗ്രസ് ലീഡേഴ്സ്. അപ്പം എന്തു പറ്റി? കൊളോണിയൽ ഗവൺമെന്റ് കോൺഗ്രസ് എന്തായിരുന്നു ആഫ്റ്റർ എഫക്റ്റ്? അറസ്റ്റ് ആയിരുന്നു ആഫ്റ്റർ എഫക്റ്റ്. അപ്പം റെസ്പോൺസ് ഓഫ് ബ്രിട്ടീഷ്, ഇതിനെതിരെയുള്ള ബ്രിട്ടീഷ് റൂളേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവര് കോൺഗ്രസ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദിസ് ലീഡ് ദ വയലേറ്റ് ക്ലാഷസ് ഓഫ് മെനി പ്ലേസസ്. അപ്പം ഇതെന്ത് ചെയ്ത്? ഈ അറസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിലെത്തി. പിന്നെന്ത് ചെയ്തു? മഹാത്മാഗാന്ധി വാസ് അറസ്റ്റഡ് അബൌട്ട് മന്ത് ലേറ്റർ. പിന്നെ ഇതിന്റെ തൊട്ട് പുറകെ ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തു. പീപ്പിൾ ബിഗാൻ ടു അറ്റാക്ക് ദ സിംബൽ ഓഫ് ബ്രിട്ടീഷ് റൂൾ സച്ച് ആസ് പോലീസ് പോസ്റ്റ്, മുനിസിപ്പൽ ബിൽഡിങ്സ്, ലാ കോർട്ട് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ. മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പം ഒരുപാട് വയലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്ത് ചെയ്തു? അവർ നമ്മളുടെ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ കുറേ സ്ഥലങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഓഫീസുകളും റെയിൽവേ സ്റ്റേഷനും മുനിസിപ്പൽ ബിൽഡിങ്സുകളും പിന്നെ എവിടെയാ പോലീസ് പോസ്റ്റുകളും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ദ ഗവൺമെന്റ്സ് റിപ്രഷൻ വാസ് ക്വയറ്റ് ബ്രൂട്ടൽ. പക്ഷേ ഇതൊക്കെ കൊണ്ടപ്പോൾ എന്താണ് പറ്റിയത്? ആളുകളോടുള്ള അവരുടെ സമീപനം ഓൾറെഡി ബ്രൂട്ടലായിരുന്നു. ഇപ്പം എന്താ ആയി? കൂടുതൽ ബ്രൂട്ടാലിറ്റിയിലേക്ക് മാറി. ഈവൻ വുമൺ ആൻഡ് ചിൽഡ്രൻ വെയർ ബീറ്റൺ അപ്പ്. ഏറ്റവും കുറഞ്ഞ പണ്ട് അപ്പോൾ അതിനർത്ഥം പണ്ട് ലേഡീസിനെയും ചിൽഡ്രനെയും അവർ വളരെ ഉപദ്രവിക്കില്ല എന്ന് തന്നെയായിരുന്നായിരിക്കാം. അപ്പം ഇപ്പം എന്ത് പറ്റി? ഇവർ വയലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ അവർ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. about 100,000 people were arrested. എവിടെ? 100,000 പീപ്പിളിനെ അവർ ഈ ഒരു സാൾട്ട് മാർച്ച് അല്ലെങ്കിൽ ഡിസൊബീഡിയന്റ് മാർച്ചിലൂടെ മൂവ്മെന്റിലൂടെ അവർ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ മേളിൽ പറഞ്ഞു റൗണ്ട് ടേബിൾ കോൺഫറൻസ്. എന്താണ് മക്കളെ റൗണ്ട് ടേബിൾ കോൺഫറൻസ്? നമ്മൾ വട്ടമേശ സമ്മേളനം നേരത്തെ കേട്ടിട്ടില്ലേ? When things began to take a violent turn, Mahatma Gandhi called off the movement. He signed a pact with Irving on 5th March 1931. 5th March. അപ്പം 5th March 1931 എന്ത് പറ്റി? ഒരു ഈ വയലേഷൻ ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായപ്പോൾ എന്ത് ചെയ്തു? ഇർവിൻ്റെ നേതൃത്വത്തിൽ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിന് വേണ്ടി മഹാത്മാഗാന്ധി ഇർവിനെ വിളിച്ചു. ആസ് പെർ ദ പാക്ട് ഗാന്ധിജി എഗ്രീഡ് ടു പാർട്ടിസിപ്പേറ്റ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ ദ ലണ്ടൻ. ഇത് എവിടെ വരെ വെച്ചായിരുന്നു? ലണ്ടനിൽ വെച്ചായിരുന്നു ഇർവിൻ അദ്ദേഹത്തിനെ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായോ? അപ്പം ഇതിനെ പറയുന്ന പേരാണ്, ഈ ഒരു ആക്ടിനകത്ത് ഗാന്ധിജി ഇർവിനൊപ്പം ലണ്ടനിൽ പോയി ഒപ്പിട്ട, അതുകൊണ്ട് ഇതിനെ ഗാന്ധി ഇർവിൻ പാക്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഗാന്ധി ഇർവിൻ പാക്ട്. ആസ് പെർ ദ പാക്ട് ഗാന്ധി എഗ്രീഡ് ടു പാർട്ടിസിപ്പേറ്റ് ദ ഗ്രൗണ്ട് ടേബിൾ കോൺഫറൻസ് in London. The lieu of that the government agreed to release the political prison. അപ്പം ഈ ഒരു ആക്ടിന്റെ ഉടമ്പടി പ്രകാരം എന്ത് ഗാന്ധിജി ഇർവിനുമായിട്ട് ലണ്ടനിൽ കോൺഫറൻസിന് കൂടണമെന്നായിരുന്നു. അപ്പം ഈ കോൺഫറൻസിൽ ഗാന്ധിജി വെച്ച പ്രപ്പോസ് ചെയ്ത എന്താണ്? ഈ അറസ്റ്റ് ചെയ്ത എല്ലാ ഈ പ്രിസണേഴ്സിനെയും എന്ത് വിടണം? അവർക്ക് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഗാന്ധിജി വെന്റ് ടു ലണ്ടൻ ഇൻ ഡിസംബർ 1931. എന്നാണ് പോയത്? ഡിസംബർ 1931 ഗാന്ധിജി എവിടെ പോയി? ലണ്ടനിലേക്ക് പോയി. അപ്പം ഞാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോട്ടെ, ഞാൻ പേജ് മറിക്കാം.
അപ്പൊ എന്താ പറ്റിയത്? അപ്പം ഗാന്ധിജി അവിടേക്ക് പോയെങ്കിലും ഈ നെഗോഷിയേഷൻ എന്താണ്, നെഗോഷിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ബ്രോക്ക് ഡൗൺ ആൻഡ് ഗാന്ധിജി റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ. അപ്പം ഇത് കള്ളത്തരമായിരുന്നു. കാണുന്നുണ്ടോ മക്കളെ ബുക്ക്? ഓക്കെ ഓക്കെ. അപ്പം ഇതൊരു ബ്രിട്ടീഷുകാരുടെ ഒരു അടവായിരുന്നു അത് ഗാന്ധിജിയെ അവിടുന്ന് മാറ്റി നിർത്താനുള്ള. അപ്പം എന്ത് ചെയ്തു? ഈ നെഗോഷിയേഷൻ ബ്രോക്കായി പോയി. ഗാന്ധിജി തിരിച്ചു വന്നു. ഗാന്ധിജി കം ബാക്ക് ഇന്ത്യ. ഹി ഫൗണ്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ലീഡേഴ്സ് വെയർ പുട്ട് ഇൻ ദ ജയിൽ. അപ്പൊ എന്താണ് ഇപ്പൊ ഗാന്ധിജി അവിടെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? മുഴുവൻ മോസ്റ്റ് ഓഫ് ദ ലീഡേഴ്സിനെയും അവര് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. Congress had been declared illegal. Many measures were taken to prevent the meeting, demonstrations by boycott. Mahatma Gandhi relaunched the civil disobedient movement. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മഹാത്മാഗാന്ധി വീണ്ടും റീലോഞ്ച് ചെയ്തു. എന്ത്? സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് ബൈ എന്നാ 1934. ഇതെന്താണ് ചെയ്തത്? റീലോഞ്ച് ചെയ്യിപ്പിച്ച വർഷം കേട്ടോ. മഹാത്മാഗാന്ധി ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് റീലോഞ്ച് ചെയ്യിപ്പിച്ച വർഷമാണ് 1934. ദ മൂവ്മെന്റ് ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് മൊമെന്റ്. അപ്പം ഈ മൂവ്മെന്റിൽ എന്ത് ചെയ്തു? ഇത് ഒരുപാട് വഷളായി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും തമ്മി കൊലപാതകവും എല്ലാമായി ഇത് കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. അപ്പം ഗാന്ധിജി രണ്ടാമത് റീലോഞ്ച് ചെയ്യിപ്പിച്ച ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് വഴി എന്താണ് പറ്റിയത്? അപ്പം ഈ ഫാർമർമാർ എന്ത് ചെയ്തു നോക്കാം. അപ്പം ഇതിനകത്ത് ഓരോരുത്തരും ചേർന്നത് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ആദ്യമേ ഫാർമേഴ്സ്. അപ്പൊ ഫാർമേഴ്സ് എന്തോ ചെയ്തേ? ഫോർ ദ ഫാർമേഴ്സ് ദ ഫൈറ്റ് ഫോർ സ്വരാജ് വാസ് ദ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഹൈ റവന്യൂ. ഇവരെന്താ ചെയ്തേ? ഹൈ റവന്യൂവിനെതിരെ ഇവര് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വെൻ ദ മൂവ്മെന്റ് വാസ് കാൾഡ് ഓഫ് ഇൻ 1931 വിത്തൗട്ട് ദ റവന്യൂ റേറ്റ്സ് ബിഗാൻ റിവൈസ്ഡ്. ദ ഫാർമർ വെയർ ഹൈലി ഡിസപ്പോയിന്റഡ്. അപ്പം ഈ ഒരു കാര്യം റീലോഞ്ച് ചെയ്തിട്ടും എന്ത് ചെയ്തു? ഹൈ റവന്യൂ പേ ചെയ്യാൻ വേണ്ടി സർക്കാർ അവരെ തള്ളാൻ തുടങ്ങി. അപ്പൊ ഇത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റഡ് ആയിരുന്നു. മെനി ഓഫ് ദം റെഫ്യൂസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് വെൻ ദ മൂവ്മെന്റ് വാസ് റീലോഞ്ച്ഡ് ഇൻ 1932. അപ്പം 1932 വീണ്ടും റീലോഞ്ച് അതിനു മുമ്പേ അദ്ദേഹം ചെയ്തെങ്കിലും ആരും അതിനകത്ത് ചേർന്നില്ല. എന്താ കാര്യം? അവർക്കതിൽ ജയിക്കില്ല, രക്ഷയില്ല എന്ന് വെച്ച് അവരന്ന് ചേർന്നില്ലായിരുന്നു. പിന്നെ എന്ത് പറ്റി? ദ സ്മോൾ ടെൻഡൻസ് ജസ്റ്റ് വാണ്ടഡ് ടു അപ്പൈഡ് ദ റെന്റ് ടു ദ ലാൻഡ് ലോഡ് ബൈ ദ റെമിറ്റഡ്. ദേ ഓഫൺ ജോയിൻഡ് ദ റേഡിക്കൽ മൂവ്മെന്റ് വിച്ച് വർ ലീഡ് ബൈ സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. അപ്പൊ ഈ സമയത്ത് എന്താ ഇവര് ചെയ്തത്? ഈ സ്വരാജിലൊന്നും വലിയ രക്ഷയില്ല, റീലോഞ്ച് ചെയ്ത ഡിസൊബീഡിയന്റ് മൂവ്മെന്റിൽ രക്ഷയില്ല എന്നായപ്പോൾ അവരെന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ചേർന്നു. ആരുടെ കൂടെ? സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? കോൺഗ്രസ് ഡിഡ് നോട്ട് വെന്റ് ടു അലിഗേറ്റ് ദ റിച്ച് ലാൻഡ് ലോഡ് ആൻഡ് ഹെൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പുവർ പീസൻസ് ആൻഡ് കോൺഗ്രസ് വാസ് അൺസർട്ടൺ. അപ്പം ഈ ടോട്ടലി ഒരു പരാജയമായിരുന്നു ഫാർമേഴ്സിന്റെ ഇടയിൽ. ആര്? രണ്ടാമത് റീലോഞ്ച് ചെയ്ത ഡിസൊബീഡിയന്റ് മൂവ്മെന്റ്. ഇനി ബിസിനസ് മെന്നിൽ എങ്ങനെ? ഫാർമേഴ്സിൽ എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ ഫ്ലോപ്പ് ആയിരുന്നു അത് കേട്ടോ. ഞാൻ ഒന്നുകൂടി ഇംഗ്ലീഷിൽ അത് പറഞ്ഞുതരാം എങ്ങനെയാ അത് എഴുതണ്ടേന്ന്. For the farmers, the fight for Swaraj was a struggle against high revenue. The movement was called off in 1931 without the revenue rates began revised. The farmers were highly disappointed. Many of them refused to participate when the movement was relaunched in 1932. The small tenants just wanted to unpaid rent to the landlord by remitted. They often joined the radical movements which they are led by socialist and കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ റാഡിക്കൽ മൂവ്മെന്റിലേക്ക് അവർ മാറി. കോൺഗ്രസ് ഡിഡ് നോട്ട് വാണ്ട് ടു alienate to rich landlords and hence the relationship between the poor peasants and Congress was uncertain. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫാർമേഴ്സിന്റെ ഇടയിൽ ഉണ്ടായത്. അപ്പോൾ ഇവര് ഇത് നേരെ ആവില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്നാൽ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് റേഡിക്കൽ മൂവ്മെന്റായ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിലേക്ക് ഫാർമർ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ബിസിനസ്മാൻ എന്ത് ചെയ്തു? The Indian merchant and industrialist could grow their business during the First World War. അപ്പോൾ ഇവർക്ക് സൂപ്പർ ആയിരുന്നു.
ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ ഇവരെന്ത് ചെയ്തു, ഗ്രോ ആണ് ഉണ്ടായത്, അവർക്ക് ഗ്രോ അപ്പ് ആണ് ഉണ്ടായത്. അപ്പൊ അവരുടെ ഗ്രാഫ് മുകളിലേക്കാണ് പോയത്. They were against those colonial policies which restricted their business activities. They wanted to protection against import and rupees sterling foreign exchange ratio which would discourage import. അപ്പോൾ ഇമ്പോർട്ടൊന്നും ചെയ്യാതെ തന്നെ മറ്റുള്ള മാർഗങ്ങളിലൂടെ ആയാലും ബിസിനസ്മാന് ആ വർഷം ഫസ്റ്റ് വേൾഡ് വാർ ടൈം ഗ്രോ അപ്പ് ടൈം ആയിരുന്നു കേട്ടോ. അപ്പം ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ കോൺഗ്രസ് വാസ് formed in 1920 and Federation of the Indian Chamber of Commerce and on common platform. അപ്പോൾ എന്താണ് ഇവിടെ പറ്റിയത്? ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ കോൺഗ്രസ് വാസ് ഫോംഡ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ കോൺഗ്രസ് വാസ് ഫോംഡ് എന്ന 1920 ഇത് ഫോം ചെയ്തതാണ്. ദ ഫെഡറേഷൻ ഓഫ് ദ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് was formed in 1927. ആര് ഫോമായി? ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യൻ ഫെഡറേഷൻ ഫോമായി. ദിസ് വേർ ദ റിസൾട്ട് ഓഫ് അറ്റംപ്റ്റ് ടു ബിഗൺ ദ കോമൺ ബിസിനസ് ഇൻട്രസ്റ്റ് ഓൺ ദ കോമൺ പ്ലാറ്റ്ഫോം. അപ്പം കോമൺ പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് രണ്ട് എന്താണ് ഇതിന്റെ റീസൺ? FICCI ഫോം ആയതിനു ശേഷം, FICC എന്ന് വെച്ചാൽ എന്ത്? ഫെഡറേഷൻ ഓഫ് ദ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഫോം ആയതിനു ശേഷം അവർക്ക് ബിസിനസ്സുകാർക്ക് അവിടെ ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ത്? അവരുടെ കോമൺ പ്ലാറ്റ്ഫോം ആയിട്ട് മാറി. എന്ത്? FICCI. അപ്പം ഇതുകൊണ്ടാണ് ഇവരുടെ ഗ്രോ അപ്പ് ആയത് കേട്ടോ. ഫോർ ദ ബിസിനസ് മാൻ സ്വരാജ് മീൻഡ് ആൻ എൻഡ് ടു ഒപ്രസീവ് കൊളോണിയൽ policies. They wanted an environment which could allow to business to flourish. They were apprehensive of a militant activities and of growing influence of a socialism among the യങ്ങർ മെമ്പേഴ്സ് ഓഫ് ദ കോൺഗ്രസ്. അപ്പോൾ എന്താ അതിനകത്ത് വളർന്നു വരുന്ന യങ്ങർ മെമ്പേഴ്സ് ഓഫ് ദ കോൺഗ്രസിന്റെ എന്ത് ചെയ്തു? അവരുടെ സോഷ്യലിസത്തിനെ അപ്രിഹെൻസീവ് ഓഫ് മിലിറ്റന്റ് ആക്ടിവിറ്റി ആയിട്ട് അവർ എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് ബിസിനസ്മാൻമാർ ഫസ്റ്റ് വേൾഡ് വാറിൽ അവരുടെ ഒരു ഉണ്ടാക്കി, ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കി. അവർക്ക് ഗ്രോയിങ്, അവരുടെ മണി ഗ്രോ അപ്പ് വലുതായിരുന്നു. ഇനി ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ അടുത്ത് ഒന്ന് ഫാർമറായി, ബിസിനസ്സായി, നമുക്ക് മൂന്ന് ഇൻഡസ്ട്രിയൽ വർക്കിലേക്ക് പോവാം. Industrial workers. The industrial workers showed the lukewarm response of the civil disobedience movement. അപ്പം ഒരു ചൂടുവെള്ള ലൂക്ക്വാം എന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ വീഴുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്. ഇൻഡസ്ട്രിയൽ വെയർ ക്ലോസർ ടു ദ കോൺഗ്രസ്. അവരെന്തായിരുന്നു? കോൺഗ്രസുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. വർക്കേഴ്സ് കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ദ മൂവ്മെന്റ്. അവിടുത്തെ വർക്കേഴ്സ് എപ്പോഴും എന്തായിരുന്നു? ഡിസൊബീഡിയന്റ് മൂവ്മെന്റുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അവരത് വേണ്ടാന്ന് തന്നെ വെച്ചു. ബട്ട് സം വർക്കേഴ്സ് സെലക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മൂവ്മെന്റ്. അപ്പം ഇതിനകത്തുള്ള ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനകത്തുള്ള ചിലരൊക്കെ എന്ത് ചെയ്തു? ഡിസൊബീഡിയന്റ് മൂവ്മെന്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Congress did not went to allegate in industrials and hence preferred to keep the workers demands at bay. അപ്പോൾ എന്ത് ചെയ്തു? ഇവര് എത്ര ഉള്ളിലേക്ക് ഓരോരുത്തരുടെ ഡിസൊബീഡിയന്റ് മൂവ്മെന്റിനെ വളർത്താൻ ശ്രമിച്ചിട്ട് ചിലർ അധികം പേരും അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഇതിനകത്ത് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇതിനകത്ത് ഇൻഡസ്ട്രിയലിനകത്ത് ഒരു കുറച്ച് പേര് എന്തായിരുന്നു? ഡിസൊബീഡിയന്റ് മൂവ്മെന്റിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. ഇനി ഡിപ്രസ്ഡ് ക്ലാസസ് എന്താന്ന് നോക്കാം. ഡിപ്രസ്ഡ് ക്ലാസസ്. അപ്പൊ ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം, താഴ്ന്ന ജാതിക്കാരാവാനാണ് ആ ഒരു മേഖലയിലുള്ളവരെ. ഡോക്ടർ BR അംബേദ്കർ ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് ഇലക്ട്രോലേറ്റ് ഫോർ ദളിത്. അപ്പൊ എന്ത് വേണം? ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോലേറ്റ്സ് ദളിത്തിന് വേണ്ടി സെപ്പറേറ്റ് ഡെലിറ്റ്സ്. ഇവിടുത്തെ ആൾക്കാരാരാണ്? ഡെലിറ്റ്സ് ആണ്. അപ്പൊ ഡെലിറ്റ്സിന് വേണ്ടി സംസാരിച്ചത് ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ ഭരണഘടന എഴുതിയ അദ്ദേഹം
അപ്പൊ എന്ത് ചെയ്തു, ദിസ് മെയ്ഡ് എ ക്ലാഷ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് അംബേദ്കർ. അംബേദ്കർ ഇങ്ങനെ പറഞ്ഞപ്പം ഗാന്ധിജിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവർ തമ്മിൽ എന്തായി, ക്ലാഷ് ആയി. വെൻ ബ്രിട്ടീഷ് അക്സെപ്റ്റഡ് ദെയർ ഡിമാൻഡ്, ഗാന്ധിജി ബിഗാൻ ടു ഫാസ്റ്റ് unto death is behaved that even slow down the process of their integration into society. അപ്പൊ എന്ത് ചെയ്തു, ഈ ഡിമാൻഡ്, അപ്പം ഗാന്ധിജി ക്ലാഷ് ആയി എങ്കിലും എന്ത് ചെയ്തു, ദളിത്തിന് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഗവൺമെന്റ് അത് ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം മരിച്ചാലും ഞാൻ സ്വാതന്ത്ര്യം നേടും എന്നുള്ളൊരു പാതയിലേക്ക് ഗാന്ധിജിക്ക് വാശിയായി, അങ്ങനെ പോകാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് അംബേദ്കർ ആൻഡ് ഗാന്ധിജി സൈൻഡ് ആൻ എഗ്രിമെന്റ് നോൺ ആസ് പൂന പാക്ട് ഓഫ് സെപ്റ്റംബർ. അപ്പം ഇതിന്റെ പേരിൽ പിന്നെയും സ്വാതന്ത്ര്യം തന്നെയാണ് ലക്ഷ്യം എന്നുള്ള രീതി രണ്ടുപേരും ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് രണ്ടുപേരുടെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്താണ് അതിന്റെ പേര്, പൂന പാക്ട്. പൂന പാക്ടിന് സൈൻ ചെയ്തു. എന്നാ സെപ്റ്റംബർ 1932 കേട്ടോ. വിച്ച് ഡെലിറ്റ്സ് കോട്ട് റിസർവേഷൻ ഇൻ പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇപ്പൊ ഇവിടെ എന്ത് നേടിയെടുത്തു BR അംബേദ്കർ, ദളിത്തിന് റിസർവേഷൻ ഓഫ് ഡെലിറ്റ്സിന് എവിടെയൊക്കെയാണ് റിസർവേഷൻ നേടിയെടുത്തത്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് നാത്തും പ്രൊവിൻഷ്യലിനകത്തും ഏരിയകളിലും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്തും അവർക്ക് എന്ത് വേണമെന്ന്, റിസർവേഷൻ വേണമെന്ന് ഡോക്ടർ BR അംബേദ്കർ പൂന പാക്റ്റിലൂടെ സെപ്റ്റംബർ 1932 നേടിയെടുത്തു. അപ്പം ഡിപ്രസ്ഡ് ക്ലാസ്സിനും അപ്പം എന്തായിരുന്നു, ഓക്കെ ആയിരുന്നു ആ സമയം. വുമൻസ് പാർട്ടിസിപ്പേഷൻ, അപ്പൊ അവിടെ ഉള്ള ഒരു വുമൻസ് പാർട്ടിസിപ്പൻറ്റിന്റെ നോക്കാം. വുമൺ പാർട്ടിസിപ്പേഷനിൽ എന്തൊക്കെയായിരുന്നു, വുമൺ ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇൻ എ ലാർജ് നമ്പേഴ്സ്. അപ്പം പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ വുമൺസ് ഡിസൊബീഡിയന്റ് മൂവ്മെന്റിനകത്ത് ഉണ്ടായിരുന്നു. ഹവർ മോസ്റ്റ് ഓഫ് ദ വുമൺ ഫ്രം ഹൈ കാസ്റ്റ് ഫാമിലീസ് ഇൻ ദ അർബൻ ഏരിയ. അപ്പൊ എന്തായിരുന്നു, ഒരുപാട് സ്ത്രീകളും ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള സിറ്റിയിൽ ജീവിച്ചിരുന്ന റിച്ച് പീസന്റ് ഹൗസ് ഹോൾഡിന്റെ ആൾക്കാരായിരിക്കും. പിന്നെ റിച്ച് പീസന്റ് ഹൗസ് ഹോൾഡ് ഇൻ റൂറൽ ഏരിയ, അർബൻ ഏരിയയിലുള്ള ഹൈ കാസ്റ്റ് ഫാമിലീസിലുള്ള സ്ത്രീകളും റൂറൽ ഏരിയയിലുള്ള പീസന്റ് ഹൗസ് ഹോൾഡേഴ്സ് ആയ ലേഡികളുമായിരുന്നു സിവിൽ മൂവ്മെന്റിനകത്ത് ഡിസൊബീഡിയന്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഫോർ എ ലോങ് ടൈം ദ കോൺഗ്രസ് വാസ് റിലക്ടന്റ് ടു ഗീവ് എനി പൊസിഷൻ ഓർ അതോറിറ്റി ടു ദ വുമൺ വിത്തിൻ ദ ഓർഗനൈസേഷൻ. പക്ഷെ ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും എന്ത് കൊടുത്തില്ല, പ്രത്യേകിച്ച് ഒരു പദവിയൊന്നും വുമൺസിന് കോൺഗ്രസ് കൊടുത്തിരുന്നില്ല. ദ കോൺഗ്രസ് വാസ് ജസ്റ്റ് കീൻ ഇൻ ദ സിംബോളിക് പ്രസൻസ് ഓഫ് വുമൺ. അപ്പം ജസ്റ്റ് ഒരു സിംബോളിക് പ്രസൻസ് ആയിട്ട് വെച്ചിരുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് യാതൊരു അധികാരവും വുമൺസിന് അവിടെ കൊടുത്തിട്ടില്ല. ഇനി നമ്മളിപ്പം അപ്പം നമ്മുടെ ഈ ടോപ്പിക് 3 കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച 4-5 ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് പഠിക്കാം. അപ്പം വുമൺസ് പാർട്ടിസിപ്പൻറ്റിൻ്റെ വരെ കഴിഞ്ഞു. ഇനി അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പം കുറച്ച് ടേംസുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പീപ്പിൾ വെയർ ആസ്ക്ഡ് നോട്ട് ഓൺലി ടു റെഫ്യൂസ് കോഓപ്പറേഷൻ വിത്ത് ദ ബ്രിട്ടീഷ് ബട്ട് ആൾസോ ടു ബ്രേക്ക് ദ കൊളോണിയൽ ലോ. അപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താ പറയുന്നത്, മൂവ്മെൻറ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പീപ്പിൾ വെയർ ആസ്ക്ഡ് നോട്ട് ഓൺലി ടു refuse cooperation with the British but also to break the colonial law. എങ്ങനെയാ, people were asked not only to refuse cooperation with the British but also break the colonial law. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. സ്വരാജ് എന്ന് പറയുന്നത്, സ്വരാജ് മീൻസ് ഫ്രീഡം ഓർ സെൽഫ് റൂൾ കേട്ടോ. ഇൻ 1920 സ്വരാജ് മീൻസ് സെൽഫ് ഗവൺമെന്റ് വിത്തിൻ ദ എംപയർ ഈസ് പോസിബിൾ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ നെസസറി. അപ്പം സ്വരാജ് എന്ന് പറയുന്നത് ഫ്രീഡം ഓർ സെൽഫ് റൂൾ ഇൻ 1920 എന്നുള്ള ആശയമാണ് സ്വരാജ്.
ഇനി സൈമൺ കമ്മീഷൻ്റെ ഞാൻ പറഞ്ഞു തന്നു. സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് ദ ന്യൂ ട്രോയി ഗവൺമെൻറ് ഇൻ ബ്രിട്ടീഷ് കൺസ്റ്റിറ്റ്യൂട്ടഡ് എ സാറ്റ്യൂട്ടറി കമ്മീഷൻ അണ്ടർ സർ ജോൺ സൈമൺ. ദ കമ്മീഷൻ ആർ സെൻഡ് ഇൻ ഇന്ത്യ ടു ലുക്ക് ഇൻ ടു ദ ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് സജസ്റ്റ് ചേഞ്ചസ്. ഇറ്റ് അറൈവ് ഇൻ ഇന്ത്യ 1928. ഞാനത് അപ്പുറത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം സൈമൺ കമ്മീഷൻ്റെ ഈസി അത് ഒന്ന് കേട്ടാൽ മതി. ഇനി സാൾട്ട് ലായുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സാൾട്ട് ഈസ് കൺസ്യൂംഡ് ബൈ ബോത്ത് ദ പുവർ ആൻഡ് ദ റിച്ച് and is one of the most essential item of food everywhere in the world. The British government had a monopoly on the production of a salt in India by imposing a salt tax. The government hit the both rich and poor, especially the poor. Gandhiji thought it's the most repressive act of a British government and chose the defeats breaking the salt law. അപ്പം സാൾട്ട് ലായിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിച്ചിനും പൂവറിനും ഒരുപോലെ എന്ത് ചെയ്യണം, സാൾട്ട് യൂസ് ചെയ്യാനുള്ള അധികാരം വേണം. ഇനി ഗാന്ധിജി ഇർവിൻ പാക്ട്, വൈസ്രോയി ഇർവിൻ്റെ പാക്ട്. വെൻ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് റെസ്പോണ്ടഡ് വിത്ത് എ പോളിസി ഓഫ് എ ബ്രൂട്ടൽ റെപ്രഷൻ എഗൻസ്റ്റ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, മഹാത്മാ ഗാന്ധി ഡിസൈഡഡ് ടു കാൾ ഓഫ് ദ മൂവ്മെൻറ്റ്. ഹി എൻറ്റേഡ് ഇൻ ടു ദ പാക്ട് വിത്ത് ലോർഡ് ഇർവിൻ ഓൺ 5th March 1931. എവിടെയാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അണ്ടർ ദ പാക്ട് ഗാന്ധിജി കൺസേൺ ദ പാർട്ടിസിപ്പേറ്റ് ഇൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ ലണ്ടൻ. അതാണ് എന്ത് ഗാന്ധിജി ഇർവിൻ പാക്ട് എന്ന് ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ വരുവാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളാണ് അതിനകത്ത് എഴുതേണ്ടത്. ഇനി നാഷണലിസം ഇൻ ഇന്ത്യയുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്സ് എന്ന് വെച്ചാൽ ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് എന്ന് വെച്ചാൽ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് സ്പ്രെഡ് വെൻ പീപ്പിൾ ബിലോങ്ങിങ് ടു എ ഡിഫറെൻറ്റ് റീജിയൻ ആൻഡ് കമ്മിറ്റി ടു ബിഗാൻ ടു ഡെവലപ്പ് സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്സ്. ദ ഐഡൻറ്റിറ്റി ഓഫ് എ നേഷൻ ഈസ് മോസ്റ്റ് ഓഫൺ സിംബലൈസ്ഡ് ഇൻ ദ ഫിഗർ ഓഫ് ആൻ ഇമേജ്. അപ്പോൾ ഇതെന്താ ഇവിടെ ഐഡൻറ്റിറ്റി ഓഫ് എ നേഷൻ. അപ്പം സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് എന്ന് വെച്ചാൽ പല രാജ്യത്തുള്ള പല റീജിയനിലുള്ള കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ദ ഐഡൻറ്റിറ്റി ഓഫ് എ നേഷൻ ഈസ് മോസ്റ്റ് ഓഫൺ സിംബലൈസ്ഡ് ഇൻ ദ ഫിഗർ ഓർ ആൻ ഇമേജ്. ഇതാണ്. പിന്നെ ദിസ് ഇമേജ് ഓഫ് ഭാരത് മാത. അപ്പം ആ ഇമേജ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരത് മാത. അപ്പം ഭാരത് മാത എന്ന് പറയുന്ന ഇമേജ്, അപ്പം നിങ്ങൾ റവല്യൂഷൻ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോഴും അതിനകത്ത് നിങ്ങൾ കുറേ സിംബോളിക് പഠിച്ചു കാണും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജ് എന്താണ്? ഭാരത് മാത. അപ്പം ഭാരത് മാത വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ബൈ ബെങ്കിം ചന്ദ്ര ചത്തോപാധ്യ. അപ്പം ബെങ്കിം ചന്ദ്ര ചത്തോപാധ്യയാണ് 1870 ബെങ്കിം ചന്ദ്ര ചത്തോപാധ്യയാണ് എന്ത് ഭാരത് മാത എന്നുള്ള ക്രിയേഷൻ ഉണ്ടാക്കിയത്. വെൻ ഹി റോട്ട് വന്ദേ മാതരം. പിന്നെ എന്ത് ചെയ്ത് അറിയാമല്ലോ വന്ദേ മാതരം എന്നുള്ള പാട്ടും എഴുതി നമ്മുടെ മദർലാൻഡിന് വേണ്ടി. ഇന്ത്യ ഫോക്ക് സോങ് ഓഫ് ഫോക്ക് ടെയിൽ സങ് ബൈ ബേർഡ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ദ ഇന്ത്യ ഓഫ് നാഷണലിസം. അപ്പം ഈ ഒരു കാര്യം ഇന്ത്യയിലെ നാഷണലിസത്തിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, നമുക്കിത് കേൾക്കുമ്പോഴും കാണുമ്പം തന്നെ ഒരു സന്തോഷമല്ലേ, അത് നാഷണലിസം ഉണ്ട്. ബംഗാളിൽ അപ്പോൾ എന്ത് ചെയ്തു, രവീന്ദ്രനാഥ ടാഗോർ ആൻഡ് ബംഗാളിൽ ഇത് എഴുതിയത് വേറെ പാട്ടുകൾ എഴുതിയത് ജനഗണമന എഴുതി രവീന്ദ്രനാഥ ടാഗോർ. പിന്നെ മദ്രാസിൽ നദേശ ശാസ്ത്രി മെയ്ഡ് എ കളക്ഷൻ ഓഫ് ഫോക്ക് ടെയിൽ ആൻഡ് സോങ്സ് വിച്ച് ലീഡ് ബൈ മൂവ്മെൻറ്റ് ഫോർ എ ഫോക്ക് റിവർ. അപ്പം ബങ്കിം ചന്ദ്ര ചത്തോപാധ്യ എഴുതി വന്ദേ മാതരം, ജനഗണമന എഴുതി നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ, പിന്നെ ഒരു നദേശ ശാസ്ത്രി കളക്ഷൻ ഓഫ് ഫോക്ക് ടെയിൽസിൻ്റെ സോങ്സുകൾ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കി. ഇനി ഡ്യൂറിങ് ദ സ്വദേശി മൂവ്മെൻറ്റ് ട്രൈ കളർ ഫ്ലാഗ് വാസ് ഡിസൈഡ് ഇൻ ബംഗാൾ. അപ്പോൾ ബംഗാളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായിരുന്നു? ട്രൈ കളർ ഫ്ലാഗ്, നമ്മുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തു. എന്താണ്? റെഡ്, ഗ്രീന്, യെല്ലോ എന്നുള്ള പറയുന്നത്. ഇറ്റ് വാസ് എ 8 ലോട്ടസ് റെപ്രസെൻറ്റിങ് 8 പ്രോവിൻസസ്. അപ്പം ഇതിനകത്ത് 8 ലോട്ടസ് ഉണ്ട്. എന്തിനെയാണ് കാണിക്കുന്നത്?
പ്രൊവിൻസസിനെയാണ് കാണിക്കുന്നത് 8 ലോട്ടസ് ആൻഡ് ക്രസൻറ്റ് മൂൺ റെപ്രസെൻറ്റിങ് ദ ഹിന്ദു ആൻഡ് മുസ്ലിം. അപ്പോൾ ഇടയ്ക്ക് ക്രസൻറ്റ് മൂൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹിന്ദു മുസ്ലിങ്ങളെയാണ്. മീൻസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഫീലിംഗ് ഇൻ നാഷണലിസം വാസ് ത്രൂ reinterpretation of history. In nationalist writers urged the readers to take pride in India, great achievement in the past and struggle to change the miserable condition of the under British rule. അപ്പം ഇത്രയും കാര്യമാണ് ഇന്ത്യൻ നാഷണലിസം ഇൻ ഇന്ത്യക്കകത്തുള്ളത്. അപ്പം ഇവിടെ വരെ അപ്പം ബിലോങ്ങിങ്സ്, ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ പിന്നെ സോങ്, പിന്നെ ഏതൊക്കെയാ നമ്മുടെ റെഡ് കളറുകളെ പറ്റി, അതിനകത്ത് എന്താണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്, വന്ദേ മാതരം, ജനഗണമന, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം തുടക്കം മുതൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ വരെ ഉള്ളത് ഇന്ത്യൻ നാഷണലിസം ഇന്ത്യ എന്ന ഇന്ത്യ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്, ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അപ്പം ചാപ്റ്റർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഫോക്ലർ എന്ന് പറയുന്നത് എന്താ, ട്രഡീഷണൽ ബിലീഫ്സ് ആട്ടോ, കസ്റ്റംസ് ആൻഡ് സ്റ്റോറീസ് ഓഫ് എ കമ്മ്യൂണിറ്റി ദാറ്റ് ആർ പാസ്ഡ് ത്രൂ ദ ജനറേഷൻ ബൈ വേർഡ് ഓർ മൗത്ത്. ഫോക്ലേഴ്സ് എന്ന് വെച്ചാൽ വാമൊഴിയിലൂടെ പാട്ടുകളെ പറഞ്ഞ് നമ്മൾ ഫോക്ക് ഗീതങ്ങൾ കേൾക്കില്ലേ, അതിനെയാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഫോക്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ചാപ്റ്റർ വേഗം പഠിച്ചോളൂ, ഫോളോ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത ചാപ്റ്ററിലൂടെ വേഗം കാണാം. ബൈ.